ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ വ്ളോഗ്. സോ ഇതൊരു ഒറ്റ മൈൻഡ് വ്ളോഗാണ്. ഒറ്റ മൈൻഡ് വ്ളോഗ് എന്ന് പറയുമ്പോൾ ഞങ്ങൾ ഒറ്റ മൈൻഡിൽ ഞങ്ങൾ 4 പേരും കൊടൈക്കനാലിൽ പോകാമെന്ന് പ്ലാൻ ഇട്ടു. ആദർശിന്റെ പാട്ട് എല്ലാവരും കേട്ടോട്ടാ. സോ ഇത് ആക്ച്വലി നമ്മുടെ രണ്ടാമത്തെ കൊടൈക്കനാൽ ട്രിപ്പാണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈം കൊടൈക്കനാൽ വന്നപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച അതേ സ്പോട്ടിൽ തന്നെയാണ് കേട്ടോ നമ്മൾ ഇന്നും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നത്. സോ നമ്മൾ സ്റ്റേ ഒക്കെ ബുക്ക് ചെയ്തിട്ടാണ് കേട്ടോ പോയത്. അപ്പോൾ ഇതാണ് നമുക്ക് തന്ന ലൊക്കേഷൻ. പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ഒരു ലോഡ് സ്ഥലങ്ങളുണ്ട്. അപ്പോൾ നമുക്ക് എവിടെയാണെന്ന് മനസ്സിലായില്ല. സോ കുറച്ച് കഴിഞ്ഞിട്ട് ആ പ്ലേസിൻ്റെ ഓണർ വന്നു ആൻഡ് നമ്മളെ ഗൈഡ് ചെയ്തു. സോ കുറച്ചുകൂടി ദൂരം യാത്ര ചെയ്യേണ്ടായിരുന്നു, കാരണം അതൊരു ഹിൽ ഏരിയ. അങ്ങനെ നമ്മുടെ പ്ലേസിലോട്ട് അവർ ഗൈഡ് ചെയ്യായിരുന്നു. സോ നമ്മൾ ഈ പ്ലേസ് ബുക്ക് ചെയ്യുന്ന സമയത്ത് അവിടുത്തെ ആംബിയൻസ് മനസ്സിലാക്കാൻ വേണ്ടി അവർ നമുക്ക് ഫോട്ടോസ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എങ്ങനെയാണ് ഫോട്ടോസ് ഇരിക്കണേ അതുപോലെ തന്നെയാണ് അവിടുത്തെ ആംബിയൻസ്. ഒരു രക്ഷയില്ല, അടിപൊളി എന്ന് വെച്ചാൽ അടിപൊളി. സോ ഇതാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്ന ഹൗസ്. ഇവർക്ക് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്. സോ അതിലത്തെ വൺ ഓഫ് ദി പ്രീമിയം പ്രോപ്പർട്ടിയാണ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇത് നമ്മുടെ റൂമാണ്. അവിടെ ഫ്രഷ് സബർജൽ. സോ നമ്മൾ താമസിക്കേണ്ട ഒരു വലിയ പ്രോപ്പർട്ടിയില്ല. അതിൽ മോസ്റ്റ്ലി ഈ സബർജൽ ഫ്രൂട്ടിന്റെ കൃഷിയാണ്. ഈ സ്ഥലത്തിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഓരോ മണിക്കൂറും ഡിഫറെന്റ് ആംബിയൻസ് ആണ്. അതെന്താണെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. വെയിറ്റ് ചെയ്യേ. കൊടൈക്കനാൽ ടൗൺ. അങ്ങനെ നമ്മൾ അവിടുത്തെ ഫോറസ്റ്റ് കറക്കം കഴിഞ്ഞിട്ട് നേരെ ടൗണിലോട്ട് കറങ്ങാൻ ഇറങ്ങി. സോ ആക്ച്വലി നമ്മൾ ഇറങ്ങിയപ്പോൾ ഒരു ഈവനിങ് ആയി. സോ നമ്മുടെ ഫസ്റ്റ് മിഷൻ ഫുഡായിരുന്നു. എന്നുവെച്ചാൽ ചായയും കടികളും കിട്ടുന്ന ഒരു സ്ഥലം. ഇതൊക്കെ നമ്മുടെ തൃശ്ശൂരും കിട്ടില്ലേ? കൊടൈക്കനാൽ തൃശ്ശൂര് കഴിച്ചിട്ടുണ്ടോ ജാം റോള്? ആണോ? എന്നാ ഓക്കെ. ഇത് അയ്യങ്കാർ ബേക്കറി. ഇവിടുത്തെ സ്പെഷ്യൽ കഴിക്കണം. സോ അങ്ങനെ നമ്മൾ കൊടൈക്കനാലത്തെ വൺ ഓഫ് ദി ഫേമസ് ബേക്കറിയിൽ വന്നു. ഇവിടുത്തെ ഓരോ സാധനങ്ങളും ഞങ്ങളിങ്ങനെ ട്രൈ ചെയ്ത് നോക്കായിരുന്നു. സോ അതിൽ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സാധനമായിരുന്നു ഈ ഒരു ബൺ. സ്വീറ്റ് ബണ്ണാണ് കേട്ടോ, സ്വീറ്റ് ബൺ. അതും
സോ ഞങ്ങളുടെ ഫ്രണ്ട്സ് ഗ്രൂപ്പിൻ്റെ ഇടയിൽ ഞാനും ആദർശം നല്ല രീതിക്ക് ഫുഡ് അടിക്കും. സോ രാമും സുരേഷിലേക്ക് അവർക്ക് ഫുഡ് കഴിച്ചില്ലെങ്കിലും പ്രശ്നമില്ല, അങ്ങനത്തെ ഒരു വൈബുള്ള ആൾക്കാരാണ് അവർ. സോ നമ്മൾ ടൗണിലോട്ട് വരുന്ന വഴിക്ക് ഈ കട നമ്മുടെ ശ്രദ്ധയിൽ പെട്ടു. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ നല്ല തിരക്കായിരുന്നു. അപ്പോൾ ഞാൻ ആദർശം പ്ലാൻ ഇട്ടു, ഇവിടെ എന്താ സ്പെഷ്യൽ എന്ന് പോയി നോക്കാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോയി ട്രൈ ചെയ്യാം. അങ്ങനെ നമ്മൾ കടയിൽ പോയി. ഇവിടെ മെയിനായിട്ട് ചോക്ലേറ്റ്സും ആൻഡ് ഹോട്ട് ചോക്ലേറ്റ് ആയിരുന്നു. സോ ഇവിടുത്തെ സിഗ്നേച്ചർ സാധനം ഹോട്ട് ചോക്ലേറ്റ് ആണ്, പക്ഷെ ഇവർ ചോക്ലേറ്റ്സും വിൽക്കുന്നുണ്ട്. കടയുടെ പേര് മക്കോഫ. അങ്ങനെ നമ്മുടെ ടൗണിലെ കറക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ കാറിലോട്ട് പോവാണ്. സോ സുരേഷിനും രാമനും ഡിന്നർ വേണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനും ആദർശം ഡിന്നർ എന്ന ഫ്രൂട്ട്സ് ആക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ പർച്ചേസ് ചെയ്ത് നമ്മൾ തിരിച്ച് നമ്മുടെ സ്റ്റേയിലോട്ട് പോയി. ഇതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്, നമ്മുടെ സ്വന്തം എന്ന രീതിയിൽ നമ്മൾ ട്രീറ്റ് ചെയ്യണം. അപ്പോൾ ഗേറ്റ് തുറക്കാനും അടയ്ക്കാനും ഒന്നും ആൾക്കാരില്ല, നമ്മൾ തന്നെ തുറക്കണം, നമ്മൾ തന്നെ അടയ്ക്കണം. സോ ഇതാണ് രാത്രിയിലത്തെ നമ്മുടെ പ്ലേസ് എന്നുള്ള വ്യൂ. ഒരു രക്ഷയില്ല, അടിപൊളി വ്യൂ ആയിരുന്നു. ആൻഡ് നെക്സ്റ്റ് ഡേ മോർണിംഗ് നമ്മൾ എഴുന്നേറ്റപ്പോൾ നമ്മൾ കണ്ട വ്യൂ വാസ് അമേസിങ്. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. ഞാൻ പറഞ്ഞില്ലേ, ഓരോ മണിക്കൂർ ഓരോ വൈബാണ് ഇവിടെ. കാരണം നിങ്ങളിപ്പോൾ ഈ കാണുന്ന ലെഫ്റ്റ് സൈഡിലത്തെ മല ഞങ്ങൾ ഇന്നലെ കണ്ടിട്ടേ ഇല്ല, കാരണം അത് ഫോഗ് കാരണം കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നമുക്ക്. സോ ആക്ച്വലി നമ്മൾ ഈ ട്രിപ്പ് പ്ലാൻ ചെയ്തത് എന്തിനാന്ന് വെച്ചാൽ സുരേഷും രാമും പോവാണ്, അവർ പഠിക്കാൻ വേണ്ടി പോവാ. സുരേഷ് UK-ലോട്ടും രാം മുംബൈയിലോട്ടും. സോ നമ്മൾ ആക്ച്വലി ഒരു റെഗുലർ ബേസിസിൽ എന്നും കാണുന്ന ആൾക്കാരാണ്. സോ ഇനി ഒരു വർഷത്തേക്ക് അത് ഉണ്ടാവില്ല. സോ കുറച്ച് നല്ല മെമ്മറീസ് ഉണ്ടാക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ ട്രിപ്പ് ആക്ച്വലി പ്ലാൻ ചെയ്തത്. ഗൈസ്, ഇൻ കേസ് നമ്മൾ രാവിലെ എഴുന്നേറ്റിട്ട് നമുക്ക് വിഷമം എന്ന് വിചാരിക്കട്ടെ, ജസ്റ്റ് ഗോ ഡൗൺ ഹിയർ, യു മൈറ്റ് ഫൈൻഡ് നല്ല ആപ്പിൾ. ഡിപ്പെൻസ് ആണ്, നോക്കാം. See, this apple tree. നമുക്കൊന്ന് കേറി നോക്കാം. This should be good. Yeah, I think this is fine. Yeah. നമുക്ക് ഇത് should be edible. കാണുന്നത് മൊത്തം ഈ സബർജെല്ലിൻ്റെ ട്രീസാ. ഇതവിടൊക്കെ നോക്ക്, ഇതൊക്കെ മൊത്തം ട്രീസ്. നമുക്ക് അടിയിലേക്ക് ഇങ്ങനെ ഇറങ്ങി പോവാം. ഇവിടുന്ന് ഇറങ്ങിപ്പോയിട്ട് നമുക്ക് കുറേ അങ്ങോട്ട് നടക്കാൻ പറ്റും. അപ്പോൾ പോണ വഴിയിൽ മൊത്തം ഈ ട്രീസാ. This was our room. ഇങ്ങനെയാണ് വ്ളോഗ് എടുക്കണ്ടേ, കാണിച്ചു. Let me show myself. Checking out the musician. റിവ്യൂ ഉണ്ട്. ഓ ഉറപ്പായിട്ടും. ആ വീടല്ലടാ. And we are leaving. Bye. Until next time. Yeah. Today Suresh, Ram, Amit. I'm following Suresh. Apua. Let's go. Okay guys, we are leaving Kodai. We had good times, അല്ലേ? Yes. ആദർശൻ്റെ ബാഗ് ചുവന്നവരാണ്, കാരണം ഐ എം എ വ്ളോഗർ. ഓ, ഇനി ഇത് കേരളമാണ് ഏറ്റവും വലിയ ടാസ്ക്. ഇപ്പോൾ തന്നെ ശ്വാസം കിട്ടണല്ലേ. എൻ്റെ ലൈഫ് സ്റ്റൈൽ മാറ്റണം. ആരെ പറയണേ. സുരേഷ്, രാം,
അങ്ങനെ നമ്മളെല്ലാവരും നേരത്തെ പോകാമെന്ന് പ്ലാൻ ഇട്ടു. എല്ലാവർക്കും നല്ല വിശപ്പുണ്ട്. അപ്പോൾ പോണ വഴിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്നും പ്ലാൻ ഇട്ടു. Let's go. Bye. കറിയുണ്ടാ കഴിഞ്ഞില്ല. ഗേറ്റ് ഒന്ന് ഓർക്കോ? ആദർശ് ലാസ്റ്റ് വണ്ടിയിൽ കയറിയ കാരണം കൊണ്ടും ഫ്രണ്ട് സീറ്റിലിരിക്കണ കാരണം കൊണ്ടും അവൻ്റെ അടുത്ത് തന്നെ ഗേറ്റ് പോയി തുറക്കാൻ പറഞ്ഞു. കാരണം ഗേറ്റ് തുറന്നാലേ നമുക്ക് വണ്ടി സ്ട്രെയിറ്റ് അങ്ങനെ എടുക്കാൻ പറ്റുള്ളൂ. കാരണം അതൊരു ഒരു കുത്തനെ ഏരിയ. സോ അത് തന്നെ ആദർശിനെ നമ്മൾ ഗേറ്റ് തുറക്കാൻ വിട്ടു. ശ്വാസം കെട്ടണ്ടാ എവിടെ നോക്കട്ടെ. രണ്ടുപേരും കൂടെ ചെയ്ത പണിയാണ്. പട്ടി മാറ. സോ നമ്മൾ ഹോട്ടലിലൊന്നും ഫുഡ് കഴിക്കാൻ പോയില്ല. ഇതുപോലത്തെ ലോക്കൽ ഷോപ്സിൽ കയറാമെന്ന് പ്ലാൻ ഇട്ടു. ആൻഡ് ട്രസ്റ്റ് മീ ഗൈസ്, ഇവിടുത്തെ ഫുഡ് വാസ് ടു ഗുഡ്. നല്ല ടേസ്റ്റ് ആയിരുന്നു. ഹൈജീൻ കുറച്ച് കുറവാണെങ്കിലും പക്ഷെ ഫുഡ് വാസ് വെരി ടേസ്റ്റി. കുറേ ഷോപ്പുകൾ ഇങ്ങനെ നിരന്നുണ്ടായിരുന്നു കേട്ടോ. സോ നമ്മൾ എല്ലാവരും ഓരോരോ ഷോപ്പിൽ കയറി പല പല സാധനങ്ങൾ ട്രൈ ചെയ്തു. അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്. അങ്ങനെ നമ്മളെല്ലാവരും അടിപൊളിയായിട്ട് വയർ നിറച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ആൻഡ് വി ആർ ലീവിങ് കൊടൈക്കനാൽ വിത്ത് എ ലോട്ട് ഓഫ് ബ്യൂട്ടിഫുൾ മെമ്മറീസ്. ഇനി ഇതുപോലത്തെ ഒരു ട്രിപ്പ് മേ ബി നെക്സ്റ്റ് ഇയർ ആയിരിക്കും. കാരണം ഞാൻ 1 ഇയർ കഴിഞ്ഞിട്ട് വരണം. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടിൽ ദെൻ ബൈ.